രവീന്ദ്രൻ മാഷ്ക്ക് അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഏതെങ്കിലും പാട്ടുകളോട് ഒരു മമത കൂടുതലുള്ളതായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? പുറത്തൊരു ചോദ്യം ചോദിച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എപ്പോഴും എല്ലാം എന്നൊക്കെ പറയുള്ളായിരിക്കും. അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ഒന്ന് പറയും പിന്നെ അടുത്ത് പറയും, അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. എന്ന് ചോദിക്കും, ഒരച്ഛനോട് മക്കളെ ആരോടാ കൂടുതൽ സ്നേഹം ചോദിക്കാൻ പാടില്ല. പിന്നെ ഈ മോഹന കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. അതെ, മോഹന കുഞ്ഞുങ്ങൾ മോഹനൻ മോഹന രാഗത്തിൽ ഒരുപാട് പാട്ടുള്ള അതെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ്. അത് എല്ലാം നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ആണ് എന്തായാലും അല്ലേ. ദേവരാജ മാസ്റ്ററുടെ കുറെ പാട്ടുകളുണ്ട് മോഹനത്തിൽ, അല്ലെ? ഒരു 32 പാട്ടുണ്ട്. അതിനോടൊന്നും ഒരു ബന്ധമില്ലാതെ മോഹന ഏറ്റവും സിമ്പിൾ സ്കെയിലാണല്ലോ, ഒരു 5 സ്വരങ്ങളേ ഉള്ളൂ. ആ സ്വരങ്ങൾ വെച്ചിട്ട് ഇപ്പൊ കൈതപ്രസാദിന്റെ രചനയിൽ ഒരുപാട് കളിവീട് ഉറങ്ങിയല്ലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം, അങ്ങനെ കുറെ പാട്ടുകൾ തിരുമേനി സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. തിരുമേനി വരി എഴുതിയിട്ടുള്ളതല്ലാത്ത രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളിലെ 2 പാട്ട് പെട്ടെന്ന് തിരുമേനിയോട് ആലോചിക്കാൻ സന്ധ്യക്ക് ഞാൻ പറയും, എനിക്ക് അത്ര ഇഷ്ടമായത്. പിന്നെ തേനും വയമ്പും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോഹന കുഞ്ഞുങ്ങളിൽ ഏറ്റവും മനോഹരൻ, ഏറ്റവും സുന്ദരനായ ഒരു കുഞ്ഞെന്ന് പറയുന്നത് തിരുമേനിയുടെ രചനയിൽ മാസ്റ്ററുടെ ഏതോ നിദ്രതൻ. അത് തിരുമേനി തന്നെയല്ലേ അതാണ് അതെ, അതാ ഞാൻ പറഞ്ഞത്. മോഹനത്തിൽ എന്ന് പറഞ്ഞപ്പോ മാഷ് മോഹനത്തിന്റെ പല കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അസാധ്യ പ്രണയത്തിന്റെ ഭയങ്കര സംഭവം. അതാ പിക്ചറൈസിങ് നല്ല ഇതാണ്. അയാൾക്ക് അത് എഴുതുകയാണെന്ന് പറയുന്നതാണ്. മാത്രല്ല രവീന്ദ്രൻ മാഷ് ഞാൻ നേരത്തെ പറഞ്ഞു പറയില്ല, അതായത് ഈ പെട്ടെന്ന് വെസ്റ്റേണിലോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മൾ സെമി ക്ലാസിക്കൽ പാട്ടുകളാണല്ലോ അദ്ദേഹത്തിന്റെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ നമുക്ക് വരിക. എന്നാലും ഇപ്പൊ ധനത്തിലെ പാട്ട് ആനയ്ക്കെടുപ്പതൊക്കെ എടുത്തു കഴിഞ്ഞാല് ഒരു ബീജ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വെസ്റ്റേൺ പാട്ട് പോലെ കുറെ ഇൻസ്ട്രുമെന്റ്സ് മാളിക വാതിൽ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അതിലൊരു വെസ്റ്റേൺ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. എന്തിനു വേറൊരു സൂര്യോദയത്തിലൊക്കെ ഫ്ലൂട്ടിങ് വരുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും. വെസ്റ്റേൺ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല, പഠിച്ചിട്ടില്ല. വെസ്റ്റേൺ പഠിച്ചിട്ടൊന്നുമില്ല. കർണാടിക് മ്യൂസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാഷിന് നോട്ട്സ് മനസ്സിലാവുമായിരുന്നു, അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു ശരി പറഞ്ഞു കൊടുക്കാനും. ഈ അയാൾക്ക് അത് എഴുതുകയാണ് പറയുമ്പം ആകാശത്തിന് ഒരു അറബിക് സ്വഭാവം, അല്ല അതിന്റെ ഓർക്കസ്ട്രേഷനിൽ അറബിക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃഷ്ണാനി ബേഗനെ ബാരോ എന്നുള്ള കർണാട്ടിക് കൃതിയുടെ ഒരു ചുവട് പിടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുമേനിയുടെ പാട്ടുകളിൽ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടുകളിലൊക്കെ തന്നെ മാഷ് ചെയ്യുമ്പോൾ ഇത് വെസ്റ്റേൺ എന്നല്ല. പിന്നെ കൈതപ്രസാദിന് അറിയാം, അദ്ദേഹം കർണാട്ടിക് മ്യൂസീഷ്യൻ കൂടിയാണല്ലോ. കർണാട്ടിക് സംഗീതം ആധികാരികമായിട്ട് എന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ പഠിച്ച പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും. മാഷക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. വരികളോടൊപ്പം തന്നെ സംഗീതബോധം കൂടെ ഉള്ളത് കൊണ്ടാണ്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കമല് ആദ്യം പറഞ്ഞിരുന്നു ഈ ആ പാട്ടിന്റെ ഇതില് കുറെ ഭയങ്കര ഒരു വയലൻസിന്റെ ഒരു സംഭവം ഇടയിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മാറ്റിയതാ, പാട്ടിന്റെ ഭംഗി കൊണ്ട് പിന്നെ അത് മാറ്റിയതാ. ഇവർക്ക് ആക്സിഡന്റ് പറ്റുന്നതും ഇതൊക്കെ അതിൽ കാണിക്കാനുണ്ടായിരുന്നു ഉദ്ദേശം. വേണ്ട